ബജറ്റ് വിലയിരുത്തിക്കൊണ്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണം. ഈ വർഷം ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് 99,000 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവ്. ഇനി അപ്പോ അത് കൃഷിയുടെ അതാണല്ലോ ഇപ്പോ വലിയൊരു ഇലക്ഷനൊക്കെ വരാൻ പോണു. കൃഷിയിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. കാർഷിക അടങ്കല് എല്ലാം കൂടി വളം സബ്സിഡി, ഭക്ഷ്യ സബ്സിഡി, കൃഷിയും അനുബന്ധ മേഖലകളും കഴിഞ്ഞ വർഷ ചെലവ് 5.74 ലക്ഷം കോടി രൂപയാണ്. ഈ വർഷം വകയിരുത്തിയിട്ടുള്ളത് 4.63 ലക്ഷം കോടി രൂപ, 20% കുറവ്. ഏറ്റവും വലിയ വെട്ടിക്കുറവുണ്ടായിട്ടുള്ള ഭക്ഷ്യ സബ്സിഡിയിലാണ്. ഏതാണ്ട് 28%. വള സബ്സിഡിയില് 25%. കൃഷിയും അനുബന്ധ മേഖലയിൽ 2% കൂടിയിട്ടുണ്ട്. ഈ കൃഷി മാത്രം എടുത്താലും വിലക്കയറ്റം എടുക്കുമ്പോഴത്തേനും 6% വിലക്കയറ്റില്ലേ. യഥാർത്ഥത്തിൽ കാർഷിക മേഖലയ്ക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. ഗ്രാമവികസനം എടുത്താലോ, കഴിഞ്ഞ വർഷം ചെലവാക്കിയത് 2.07 ലക്ഷം കോടി രൂപ. ഈ വർഷം ചെലവാക്കാൻ വച്ചിരിക്കുന്നത്, കണക്കിൽപ്പെടുത്തിയിരിക്കുന്നത് ബഡ്ജറ്റിൽ 2.06 ലക്ഷം കോടി രൂപ. താഴേക്കാം. വിലക്കയറ്റം കണക്കിലെടുക്കണ്ട, ആക്ച്വൽസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇത് തെറ്റാവാനാ സാധ്യത. കണക്കിലെല്ലാം കണ്ടില്ലേ ഉച്ചഭക്ഷണത്തിന് പണം. ഈ വേറെ എവിടെയെങ്കിലും വേറെ സ്കീമിനോട് ചേർത്ത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആരോഗ്യ മേഖലക്ക് അല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന? കോവിഡൊക്കെ കഴിഞ്ഞു. ഇന്ത്യയിലെ ആരോഗ്യ മേഖല വളരെ അതിനുള്ള കപ്പാസിറ്റി കുറവാണ് ഇങ്ങനെയുള്ള എമർജൻസി നേരിടാൻ എന്നൊക്കെ എല്ലാവരും പറഞ്ഞത്. പ്രീ ബഡ്ജറ്റ് ചർച്ചകളിലൊക്കെ ആരോഗ്യ മേഖല കൂടുതലുണ്ടാവുമെന്ന് പറഞ്ഞു. ആരോഗ്യ മേഖലക്ക് എത്ര? 86,000 കോടി രൂപ കഴിഞ്ഞ വർഷം ചെലവഴിച്ചു. ഈ വർഷവും 86,000 കോടി രൂപ. അങ്കണവാടികൾ സ്മാർട്ടാക്കാൻ പോണു, ഡിജിറ്റലാക്കാൻ പോണു എന്നൊക്കെ പഴുത് കാണിക്കുന്നുണ്ട്. പണം വേണ്ടേ? അങ്കണവാടികൾക്ക് 20,000 കോടി രൂപ കഴിഞ്ഞ വർഷം, ഈ വർഷവും 20,000 കോടി രൂപ. വിദ്യാഭ്യാസത്തിന് മാത്രമാണ് സ്വല്പം മിനുസമുള്ളത്. കഴിഞ്ഞ തവണ 88,000 കോടി രൂപ, ഈ വർഷം 1,04,000 കോടി രൂപ. ഏതാണ്ട് 18% വർധനവ് വിദ്യാഭ്യാസത്തിന് വെച്ചിട്ടുണ്ട്. നഗരത്തിലേക്ക് പോണു. 25 വർഷം കഴിയുമ്പോൾ 50% നഗരത്തിലായിരിക്കും. ഞാൻ വിചാരിച്ചു നഗരത്തിന് ഗ്രാമവികസനത്തിൽ നിന്ന് നഗരത്തിലേക്കാണ് ചെലവ് മാറിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 74,000 കോടി രൂപ, ഈ വർഷം 76,000 കോടി രൂപ. ഇതാണ് സാധാരണക്കാരെ ബാധിക്കുന്ന മേഖലകളിൽ ചെലവാക്കുന്നതെങ്കിൽ ഈ ബഡ്ജറ്റ് എങ്ങനെ ഇൻക്ലൂസീവ് ആവാം? 4 തൂണുകളും വേണം ബഡ്ജറ്റ് പണിതിരിക്കുന്നതല്ലേ പറഞ്ഞത്. അത് ഒന്ന് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇങ്ങനെയാ. ഇന്ന് രാഷ്ട്രം നേരിടുന്ന രണ്ടാമത്തെ വലിയ പ്രശ്നം ഈ അസമത്വം കഴിഞ്ഞാൽ, ദാരിദ്ര്യം കഴിഞ്ഞാൽ രണ്ടാമത്തത് വിലക്കയറ്റമാണ്. വിലക്കയറ്റം എന്തുകൊണ്ടാണോ? കൺസ്യൂമർ പ്രൈസ് ഇപ്പോ കുത്തനും ഇരുന്നില്ല. എന്നാലും കഴിഞ്ഞ 5 മാസത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ 5.6 നിൽക്കുകയാണ്. അതേ സമയത്ത് മൊത്തവിലക്കയറ്റം കയറുപൊട്ടിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് കുറച്ചു കഴിയുമ്പോൾ താഴത്തും വരും. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു സ്റ്റാഗ്ഫ്ലേഷനിലേക്ക് പോവുകയാണ്. സാധാരണക്കാരെ അവഹേളിക്കുന്ന ഒരു ബജറ്റാണ് നിർമ്മലാ സീതാരാമന്റേതെന്നുള്ള വിശകലനമാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ തത്സമയ സംരക്ഷണമാണ് കണ്ടത്.